സുഹൃത്തുക്കളെ, രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പോൾ ഈ കോടികളൊക്കെ രണ്ട് തെറി വിളിക്കുമ്പോൾ ഭയങ്കര മനസ്സുഖമാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ എന്തായാലും ഉച്ച കഴിഞ്ഞു, രാവിലെ തന്നെ തുടങ്ങിയതാണ് പരിപാടി. ഇത് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യെന്ന് പറഞ്ഞ അവസ്ഥയിലപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ വകുപ്പുകളെ കുറിച്ചാണ് പറയാനുള്ളത്. ഇവർക്കെതിരെയുള്ള വകുപ്പുകൾ, അതിൻ്റെ ഗൗരവ സ്വഭാവം, അതിൻ്റെ ശിക്ഷ, അതിനെക്കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത്. എനിക്ക് വലിയ നിയമ പരിജ്ഞാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെയല്ലേ പറയാം, പരിജ്ഞാനം തന്നെയല്ലേ പറയുക. കാരണം നമുക്ക് വലിയ ഉച്ചാരണ ശുദ്ധിയും അച്ചടച്ചൊടുതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പറയുന്ന വാക്കുകളൊക്കെ സ്പെല്ല് ചെയ്യുമ്പോൾ തെറ്റിപ്പോവും. ഓക്കെ, പ്രൊണൗൺസിയേഷനിലൊക്കെ വലിയ കുഴപ്പങ്ങളുണ്ട്. മുകേഷിനെതിരെ ഏറ്റവും കൂടുതൽ കേസുകൾ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള ഒരാൾ മുകേഷാണ്. മുകേഷിനെതിരെ, കാരണം മുകേഷ് റെക്കോർഡാണ്. ഇപ്പം മുകേഷിനെന്നല്ല പറയണ്ടേ, വാക്സ് മുകേഷ്. വാക്സ് വെക്കാൻ പറഞ്ഞല്ലോ, മെഴുകുകൊണ്ട് ഒട്ടിക്കാൻ പറഞ്ഞ ആളാണ് മുകേഷ്. വാക്സ് മുകേഷ്, ഓരോരുത്തർക്കും ഓരോ പേരുണ്ട്. വാക്സ് മുകേഷ്, കക്കൂസ് ജയസൂര്യ. കാരണം കക്കൂസിൽ പോയിട്ട് വരുന്ന ആൾക്കാരോടാണ് ലൈംഗികാതിക്രമം കാണിക്കാറുള്ളത്. പിന്നെ മറ്റവരുടെ പേര് പിന്നെ ഇൻ്റർവെല്ല് ബാബുവിനെ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. പിന്നെ പ്ലേ ബോയ് മണിയമ്പിള്ള, പ്രവാസികളുടെ ഭാര്യമാരുടെ സങ്കടങ്ങൾ തീർത്തു കൊടുക്കുന്നതിലുള്ള വൈദഗ്ധ്യം. ഓക്കെ, ഓരോരുത്തർമാർക്കും ഓരോ പേര് കിട്ടിയിട്ടുണ്ട്. പിന്നെ നക്കി സിദ്ദിഖ്, നക്കലിലാണ് വൈദഗ്ധ്യം. എന്തായിരുന്നാലും മുകേഷിനെതിരെയുള്ളത് ഒന്ന് IPC 376 ആണ്, 376. അത് അധികാരമുള്ളവർ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പാണ്. അതിന് ഏറ്റവും കുറഞ്ഞ ശിക്ഷ 10 വർഷമാണ്. ഏറ്റവും കുറഞ്ഞത് 10 വർഷത്തെ ശിക്ഷയാണ്. ആ 10 വർഷത്തെ ശിക്ഷ ഏറ്റവും മിനിമം 10 വർഷം അല്ലെങ്കിൽ ജീവപര്യന്തം വരെ തടവ് എന്നുള്ളതാണ്. ഈ 376 നമ്മുടെ ഇടവേള ബാബുവിനെതിരെ ചുമത്തിയിട്ടുണ്ട്. അയാൾക്കെതിരെ പിന്നെ ഒരു കേസേ ചുമത്തിയിട്ടില്ല, ആരും ഇല്ലാതെ എഴുതിയിട്ടാവും ചിലപ്പോൾ. പിന്നെ 376 പിന്നെ ചുമത്തിയിട്ടുള്ളത് ഒന്ന് നമ്മളെ മണിയമ്പിള്ള, പ്ലേ ബോയ് മണിയമ്പിള്ളയ്ക്കെതിരെയാണ്. മണിയമ്പിള്ള രാജുവിനെതിരെയും 376 ചുമത്തിയിട്ടുണ്ട്. ഇവർക്ക് 3 പേർക്കും കോമൺ ആയിട്ട് 376 ഉണ്ട്. പിന്നെ ഉള്ളത് IPC 354, 354 മുകേഷിനെതിരെയുള്ള വേറൊന്ന്. അത് നിസ്സഹായരായ ഒരാളുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്ത് അതിക്രമത്തിന് മുതിരുന്നതും അതിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ഈ അമ്മയിലംഗത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള അതിന് വേണമെങ്കിൽ കടന്നു കൊടുക്കണം എന്ന് പറഞ്ഞതാണ് ആ വിഷയം. അപ്പം 354 ഇയാൾക്കെതിരെയുണ്ട്. നമ്മുടെ ജയസൂര്യക്കെതിരെ, കക്കൂസ് ജയസൂര്യക്കെതിരെ 354 ഉണ്ട്. ഓക്കെ, മുകേഷിനെതിരെയുണ്ട്. ഇവർക്ക് 2 പേർക്കെതിരെ പൊതുവായിട്ട് കേസുണ്ട്. അതിന് 1 വർഷം തൊട്ട് 5 വർഷം വരെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കാവുന്നതാണ്. പിന്നെ മുകേഷിനെതിരെയുള്ള മൂന്നാമത്തെ വകുപ്പ് 452, IPC 452. അത് അതിക്രമത്തിനുള്ളതാണ്. അത് 7 വർഷം വരെ തടവ് ശിക്ഷയ്ക്കും അതോടൊപ്പം പിഴയും കൂടി അടയ്ക്കാനുള്ള വകുപ്പുള്ള നിയമമാണ്. ആ 452 പിന്നെ വേറെ ആർക്കും എതിരെ ചുമത്തിയിട്ടില്ല. പിന്നെ ഒന്നുള്ളത് IPC 509, 509. അത് 3 വർഷം വരെ തടവ് കിട്ടാവുന്ന, തടവും പിഴയും കിട്ടാവുന്ന, പിഴയോ അല്ലെങ്കിൽ തടവും പിഴയും കൂടിയോ വിധിക്കാവുന്ന ഉള്ള വകുപ്പാണത്. അതിൽ ഈ ആംഗ്യം കാണിക്കുക, നിന്ദ്യമായ രീതിയിൽ സംസാരിക്കുക, പെരുമാറുക, സ്വകാര്യതയിലേക്ക് അതിക്രമിച്ച് കയറുക തുടങ്ങിയിട്ടുള്ളതാണ്. അത് മുകേഷിനെതിരെ മാത്രമേ ഉള്ളൂ. ഈ 4 വകുപ്പുകളാണ്. 376, 354, 452, 509. ഇത്ര 4 വകുപ്പുകളാണ്, ഗൗരവമായിട്ടുള്ള വകുപ്പുകളാണ് മുകേഷിനെതിരെയുള്ളത്. പിന്നെ നമ്മളെ പ്ലേ ബോയ് മണിയമ്പിള്ളയ്ക്കെതിരെയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് 376 ഉണ്ട്, അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള. അയാളും ഇതാണല്ലോ, ഈ അംഗത്വം കിട്ടണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സിനിമയിൽ അവസരം കിട്ടണമെങ്കിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഈ ഒരു അറിയപ്പെടുന്ന നിർമ്മാതാവ്, മുതിർന്ന നടൻ എന്ന രീതിയിലാണ് ഈ വണ്ടിയിൽ കയറിയിട്ട് മോശമായിട്ട് പെരുമാറുകയും കടന്നു പിടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അയാൾക്കെതിരെ ആ വകുപ്പുണ്ട്. അതിന് പുറമെ അദ്ദേഹത്തിനെതിരെ 356 ഉണ്ട്, IPC 356. അത് ബലപ്രയോഗത്തിനുള്ളതാണ്. അതിനും 2 വർഷം വരെ തടവും അല്ലെങ്കിൽ തടവും പിഴയും കൂടിയോ ഉള്ള ശിക്ഷിക്കാവുന്ന കേസാണത്. പിന്നെ ഞാൻ പറഞ്ഞ ഇൻ്റർവെൽ ബാബുവിനെതിരെ ആകെ ഒരൊറ്റ വകുപ്പുള്ളൂ, 376 മാത്രമാണ്. അത് 10 വർഷം തൊട്ട് മിനിമം 10 വർഷം ജീവപര്യന്തം വരെ തടവിന് ശിക്ഷിക്കാവുന്നതാണ്. കക്കൂസ് ജയസൂര്യക്കെതിരെ 354 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 1 വർഷം തൊട്ട് 5 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന നിസ്സഹായരായ ആളുകളോട് അവരുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്യാൻ ശ്രമിച്ച് അങ്ങനെ ലൈംഗികമായ താല്പര്യത്തോടുകൂടി പെരുമാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതിന് പുറമെ അവനെതിരെ 509 ഉണ്ട്. ഈ നിന്ദ്യമായ രീതിയിൽ ബലമായി ചുംബിക്കുക, നിന്ദ്യമായ രീതിയിൽ പെരുമാറുക, ആംഗ്യം കാണിക്കുക തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവനൊക്കെ ഇത് ഈ പ്രദർശിപ്പിക്കലായിരുന്നല്ലോ. അപ്പോൾ അതുണ്ട്, 509 ഉണ്ട്. അവനെതിരെ 3 വകുപ്പുണ്ട് മൊത്തത്തിൽ. മണിയമ്പിള്ള രാജുവിനെതിരെ 2 വകുപ്പ്, ഇൻ്റർവെൽ ബാബുവിനെതിരെ 1 വകുപ്പ്, മുകേഷിനെതിരെ 4 വകുപ്പ്, ജയസൂര്യക്കെതിരെ 3 വകുപ്പ്. ജയസൂര്യയാണ് 2ാം സ്ഥാനത്ത്. പിന്നെ സിദ്ദിഖിൻ്റെതും രഞ്ജിത്തിൻ്റെ ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ, അത് വേറെ ഇനിയിപ്പോൾ വേറെ എത്രത്തിനെ വരാണ്ടെന്നുള്ളതും ഉണ്ട്. ഇത് ഈ 354A എന്ന് പറയുന്ന വകുപ്പ് സമ്പർക്കം
അനുമതിയില്ലാതെ അങ്ങനെ സമ്പർക്കത്തിലേക്ക് ശാരീരിക ചേഷ്ടകളിലേക്കൊക്കെ പോകുന്നതാണ് ജയസൂര്യക്കെതിരെയുള്ളത്. അതും 3 വർഷം വരെ തടവും പിഴയും കൂടിയോ അനുഭവിക്കാവുന്നതാണ്. ഇതൊക്കെ ആണെങ്കിലും ഇവന്മാരെ കയ്യിൽ ഇഷ്ടംപോലെ പൂത്ത കാശുള്ളതുകൊണ്ട് ഇവന്മാർ പിന്നെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ കേസൊക്കെ ഊരാം. പക്ഷേ കുറേ പൈസ ഇങ്ങനെ ചെലവഴിക്കേണ്ടി വരും, പിന്നെ കേസിനെ കുറിച്ച് നടക്കേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അവരുടെ യഥാർത്ഥ മുഖം സമൂഹത്തിന് മുമ്പിൽ വലിച്ചു കീറപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് അതിന് റിസൾട്ട് ഉള്ളത്. ഇവർ ശിക്ഷിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. അത് നീതിന്യായ വ്യവസ്ഥയോടോ കോടതിയോടോ ഉള്ള ബഹുമാനക്കുറവുകൊണ്ടൊന്നല്ല. പൈസ ഉണ്ടെങ്കിൽ നല്ല വക്കീലിനൊക്കെ ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഊരിപ്പോരുന്ന അവസ്ഥ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ വളരെ അപൂർവം കേസുകളിൽ മാത്രമാണ് പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. നല്ല വക്കീലിനെ ഏർപ്പെടുത്താൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഇവന്മാരൊക്കെ അപ്പീലും കൊടുത്തിട്ട് പോകും. അതാണ് ഉണ്ടാകാൻ പോണേ. എന്തായിരുന്നാലും ഇങ്ങനെ നടക്കട്ടെ. കുറേ കാര്യങ്ങളൊക്കെ പിന്നെ കോടതിയിലൊക്കെ നമുക്ക് ഇനിയിപ്പോൾ വല്ല കേസൊക്കെ വിളിക്കുമ്പോൾ കോടതിയിലൊക്കെ പോയി ചേട്ടാ സുഖമല്ലെന്ന് പറഞ്ഞാൽ ചായ കുടിക്കാനൊക്കെ വിളിക്കാം. നമുക്ക് നാട്ടുകാർക്ക് അവർ താരങ്ങളാണല്ലോ, താരങ്ങളിന് മണ്ണിലേക്ക് ഇറങ്ങണമല്ലോ. കോടതിയിൽ പോയ താരം സൂപ്പർ സ്റ്റാറൊന്നുമില്ല.